ഹലോ ഗൈസ്, അപ്പം വീണ്ടും ഒരു ഭയാനകമായ കുക്കിങ്ങുമായിട്ട് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് തളർന്ന് വരുമ്പോഴത്തേക്കും നമ്മളമ്മമാരെ ഒന്ന് ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ ഉണ്ടാക്കാം. ഞാൻ ഇപ്പം ഇവിടെ ന്യൂഡിൽസ് ആണ് എടുക്കുന്നത്. രണ്ടെണ്ണം എൻ്റെ വയറ്റിൽ കൊണ്ട്. അപ്പം എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുക. കൈ കൊണ്ട് എന്നിട്ട് ഞാൻ സിമ്പിൾ. അടുത്തത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാം. ഇങ്ങോട്ട് കൈ കൊണ്ട് എടുക്കണം. കൈ കൊണ്ട് വാ. ഇതതിൻ്റെ മസാല ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് കുറച്ച് ഇങ്ങനെ ഇടണം. എന്നിട്ട് ഇത് 2 പീസാക്കണം, അല്ലെങ്കിൽ ഇത് വേവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം നമ്മൾ നല്ല അടിപൊളി കുക്കിങ്ങുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ അടിപൊളി ന്യൂഡിൽസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വന്നില്ല. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത്, കൈ കൊണ്ടല്ല പിന്നെ എന്തോന്നാണ് കാലും. അതോടല്ലേ ഞാൻ പറഞ്ഞ കൈ കൊണ്ടെന്ന്. ഇങ്ങനെ വെക്കുക. നേരെ വെക്ക്, ആ ഗ്യാസ് തെന്നിയിരിക്കുന്നത്. ഓക്കെ. എന്നിട്ട് ഇത് ഒത്തിരി വെന്തെന്ന് നമുക്ക് തോന്നുമ്പോൾ ഈ 2 മസാല, ഇത് 2 എണ്ണം ഉണ്ട്. പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ട്. ഇത് അത്യാവശ്യം വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ 2 സാധനവും കൂടെ അതിലിടണം. അത്രയും ഉള്ളൂ. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നല്ലോണം ചൂടാക്കണം. ആദ്യം ഫ്ലെയിം ഫുള്ളിൽ വെക്കണം. പിന്നെ കുറച്ച് വെന്ത് കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഈ സിമ്മ് അതിലിടണം. അപ്പം കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പം നമുക്കിത് വെന്ത് ഈ സംഭവം ഒഴിക്കാൻ എഴുതുകയാണ്. അപ്പം ഞാൻ സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ വിഷം, ആ പെസ്റ്റിസൈഡൊക്കെ അടിച്ചതല്ലേ, അപ്പം അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് വെള്ളത്തിൻ്റെ അകത്ത് ഇത് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിരുന്നാൽ മതി അല്ലേ. നമ്മളെ ന്യൂഡിൽസ് റെഡി ആകുമ്പോൾ ഇതൊന്ന് മാലാക്കേ. നമ്മളിത് വെള്ളയും എടുക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിൽ നിന്ന് ഫുൾ പീസ്ഫുള്ളാണ്. പീസ്ഫുൾ. എന്നെ എന്ത് ചെയ്താലും ഞാൻ ഒന്നും ചെയ്യും. ശരി, എന്റെ നൂഡിൽസ് നീ ആ ടിന്നൊക്കെ എന്തിനടുത്ത് അവിടെ വെളിയിൽ വെച്ചേക്കുന്നത്? ഞാൻ അടുക്കി വെച്ചെന്ന ടിന്നെല്ലാം പറക്കി അടുക്ക്. ശേ, എത്ര വെള്ളം വെച്ചതിന്? അതുകൊണ്ടാണ്. എനിക്ക് എത്ര വെള്ളം വേണം ഗൈസ്? എനിക്ക് വെള്ളത്തോടെ കഴിക്കുന്നതാണ് ഇഷ്ടം. ചിലവർക്ക് വെള്ളത്തോടുകൂടി കഴിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ എനിക്ക് എങ്ങനെയാണ് കഴിക്കുന്നത് ഇഷ്ടം. ഉമ്മാക്ക് വെള്ളത്തോടുകൂടി കഴിക്കുന്ന ഇഷ്ടമല്ല അല്ലേ അമ്മ? എനിക്ക് മറ്റേ ഡ്രൈ ആക്കിയിട്ട് അല്ലാതെ ഉള്ളിയൊക്കെ ഇട്ട് വെക്കൂലേ, അത് പക്ഷെ നല്ലതല്ലേ. അത് അന്ന് ഞാൻ വെച്ച അത് അല്ല. അതെ അതെ, അത് ഞാൻ അന്ന് നിനക്ക് ഉണ്ടാക്കി തന്നെ. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് വാ. സൗണ്ട് കേട്ടില്ല ഗൈസ്. അപ്പം ഉമ്മ എനിക്ക് ഒന്ന് ഗൈസ്, അപ്പം 2-3 ദിവസം മുമ്പ് ഉമ്മ എനിക്ക് അങ്ങനെ ഉണ്ടാക്കി തന്നായിരുന്നു. അത് അടിപൊളിയായിരുന്നു, നല്ല സൂപ്പർ ആയിരുന്നു. അതിൻ്റെ കൂടെ മയോണൈസും സോസും ഒക്കെ വെച്ച് കഴിച്ചപ്പം സൂപ്പർ. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് വാ. ശബ്ദം കേട്ടില്ല.
ഫോർക്ക് കൊണ്ട് കൈ വെച്ച്. എന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റൂ. പറന്നു പറന്നു. ഞാൻ കൊള്ളാം, നല്ലത്. ഇതാ നിന്റെ ഇത് തിളച്ച് പാലമ്മ ചുമ്മാ ഇതിങ്ങനെ തന്നെ. നമ്മള് തോന്നും ഇതിപ്പോ വീഴും, ഇപ്പൊ വീഴുമെന്ന് തോന്നും, പക്ഷെ വീഴത്തില്ല. തീ കുറച്ച് വെച്ചോണ്ട് കുറച്ച് വേഗം വെള്ളം കളയൂ അത് പുറത്ത്. അപ്പൊ ഇങ്ങനെ തിളച്ച് വരുമ്പോ ഈ സിമ്മിലിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ സാധനം ഇതിലിപ്പോഴാണ് വീഴുന്നത്. നമ്മുടെ സൂപ്പർ ഡൂപ്പർ. എനിക്ക് ഈ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. നൂഡിൽസിൽ എവിടെ ആരെങ്കിലും ഉണ്ടോ? ഇതാണ് ഇത്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് അല്ലടാ. ഇതിന്റെ പേരെന്തോന്നു? അറബ് മാർക്ക് വായിക്കാൻ പറ്റുമോ? ഇൻഡോമിയാ ഇൻസ്റ്റന്റ് നൂഡിൽസ്. എവിടെ ഇൻസ്റ്റന്റ് ഒന്നും അല്ലല്ലേ. ഓക്കെ ഗൈസ്, ഇത് നോക്കട്ടെ. ഇതെന്തോടാ, ഒരു ലിക്വിഡ് പോലത്തെ ഒരു സാധനം. അതാണ് ശരിക്കും അതിന്റെ ഒരു ഫ്ലേവർ ആയിരുന്നു. രണ്ടെണ്ണം ഉണ്ട്. അപ്പം വീണ്ടും രണ്ടെണ്ണം അതേപോലെ. അല്ലമ്മ ഒരെണ്ണം കൊണ്ടുണ്ടോ? അതാണ്ട് അത് വീട്ടില്ല. ഇല്ല ഇത് മറന്നു പോയമ്മ. മുകളിൽ നിന്ന് കട്ട് ചെയ്തോളൂ ഗൈസ്. ഇത് ചില്ലിയാണ്. ചില്ലി അതിൻ്റെ ആ ഒരു എരി വരാൻ വേണ്ടിയിട്ട്. വലിയ ഷോയ്ക്ക് കട്ട് ചെയ്തു. നമ്മളിതേണ്ട ഇങ്ങനെ അങ്ങോട്ട് ഇടുക. എന്നിട്ട് രണ്ടെണ്ണം ഞാൻ പറഞ്ഞില്ലേ, ഇത് അങ്ങനെയല്ല കട്ട് ചെയ്യണം. ഇത് ഇങ്ങനെ കട്ട് ചെയ്യും, ഇങ്ങനെ. അപ്പം അത് നിനക്ക് എളുപ്പമായിരിക്കും. അങ്ങനെ തന്നെ കിട്ടോ. എൻ്റെ ഉമ്മ പറഞ്ഞ ഹാക്കാണത്. ഇതിങ്ങനെ ഈ മിഡിലിൽ നിന്ന് ഇങ്ങനെ 2 പാർട്ടാക്കിയിട്ട് വീണ്ടും അങ്ങനെ ഇട്ട് കട്ട് ചെയ്യണ്ട. അത് ഇതിന് ഇങ്ങനെ ഇടാം. കഴപ്പുള്ളവർക്കും ഉണ്ട് കേട്ടാ ടാലന്റ്. എൻ്റെ ഉമ്മ അല്ല ഇടേ, അത് പൊടി മൊത്തം തറയിൽ പോയിൻ്റെ. എല്ലാം കഴിഞ്ഞ ഇനി മിക്സ് ചെയ്ത് ഇനി ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യണം. അയ്യോ അതിന് നോവും. അയ്യോ ഓക്കെ. ഇനി കുറച്ച് നേരം ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാൻ പറയട്ടെ. എടുത്തോ. ഇത് ഇനി വെന്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാവുമ്പോഴത്തേക്കും കാണാം. അതെങ്ങനെ അറിയാൻ പറ്റും കഴിക്കാൻ പറ്റുമോ? നീ കണ്ടാ അറിയാൻ പറ്റും. ഇല്ല, അതെടുത്ത് നീ എപ്പോഴും ചെയ്യുന്നതല്ലേ, പറ. അപ്പൊ ഇത് കഴിക്കാറായെന്ന് നോക്കാൻ ചിലവർക്ക് ഈ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി ശീലമുള്ളവർക്ക് അറിയാൻ പറ്റും. ഈ നേരത്തെ കാണുമ്പോൾ തന്നെ ഇത് വെന്തെന്ന്. പക്ഷെ ഞാൻ ഈ ഇടയ്ക്കാണ് ഈ നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം എനിക്കിത് പെട്ടെന്ന് വെന്ത് എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണെന്ന് അറിയാമോ നോക്കുന്നത്. ഇതിങ്ങനെ പൊക്കി ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് കഴിച്ചു നോക്കും. ഇപ്പൊ എന്തായാലും വെന്തിട്ടില്ല. ഇപ്പൊ ജസ്റ്റ് ഒരു 10 മിനിറ്റ് അങ്ങനെ ആയിട്ടുള്ളൂ. വിത്തിൻ എത്ര മിനിറ്റ്? 15 അല്ലെങ്കിൽ 5 മിനിറ്റ്സ് അല്ലേ? 5 മിനിറ്റ് ചൂടാ. ഒരു 11 മിനിറ്റ്സ് 10 മിനിറ്റ്സ്. പക്ഷേ ഇൻസ്റ്റന്റ് നൂഡിൽസ് ആണ് 2 മിനിറ്റ് എന്നൊക്കെ കിടക്കുന്നതാണ്. പക്ഷെ അതൊക്കെ ചുമ്മാതെയാണ് അല്ലേ? ചുമ്മാതെയാണെങ്കിലും അതിന്റെ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടാ. പക്ഷെ ഇത് എന്തായാലും നിങ്ങൾ ഇത് തന്നെ മേടിക്കണം അല്ലേടാ? അതിവിടെ കിട്ടുമോ? കിട്ടും, ലുലുവിലുണ്ട്. പിന്നെ വേറെ ഒരെണ്ണം ഉണ്ട്. അതല്ല ഇപ്പിയല്ല. അതുമ്മ എന്നെ കഴിക്കാൻ സമ്മതിക്കും. അത് അന്നൊരു ദിവസം ഇവൻ കഴിച്ചപ്പോ ഇവന് വയറുവേദന. ഇതല്ല, അത് റെമനാണ്. ഇത് ഗേക്കിയാണ്, കൊറിയൻ ഹിമാച്ചി. ഇതെന്തായാലും ഞാൻ പിന്നെ ഇവിടെ വേറൊരു ദിവസം ഉണ്ടാക്കാം.
പിന്നെ ഒരു ഇതെല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ചൂടായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ചൂടോടെ കഴിച്ചാൽ എൻ്റെ നാക്ക് കാണൂല, പക്ഷെ എന്നാലും എനിക്ക് കഴിക്കണം. അതെന്താണത്? ഇതിൻ്റെ ചൂടടിക്കുമ്പോൾ ആ പോകുന്ന ആവി മൂക്കിലടിക്കുമ്പോൾ ഉണ്ടല്ല, ഇതിൻ്റെ ടേസ്റ്റുമാണ് സത്യം. ഇതിൻ്റെ ഒരു സ്പ്രേ ഉണ്ടാക്കട്ടെ. നിങ്ങൾ വിചാരിക്കും ഭ്രാന്താണെന്ന്, പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ഞാൻ കഴിക്കുമ്പോൾ രുചി നല്ലോണം ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടിക്കും. അങ്ങനെ ഞാൻ ഉണ്ടാക്കില്ല. തിന്നണമെന്നുണ്ട്, പക്ഷെ തിന്നാത്തൊണ്ട കാണും. ഇതിൻ്റെ ഈ പുക ഉണങ്ങിയിട്ടുണ്ടോന്ന് മണക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പോൾ എക്സ്പ്രഷൻ എൻ്റെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിന്റെ മുഖത്തൊക്കെ ഇരിക്കുന്നു. സീരിയസ് ആയിട്ട് കൊള്ളാം അല്ലേ? നോക്കട്ടെ, ഇനി ഞാൻ നോക്കട്ടെ. മദർ തെരേസയാണ് അപ്പോൾ ഇന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്നത്. എന്നെ കൊണ്ട് ഇത്രയും കഴിക്കാൻ പറ്റില്ല. എൻ്റെ ഓരോ പീസുകളും അടിപൊളി. അടിപൊളി എന്ന് പറയാനൊന്നുമില്ല. ന്യൂഡിൽസ് എപ്പോഴും ആരുണ്ടാക്കിയാലും ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും, അത്രേ ഉള്ളൂ. കൈപുണ്യം. അവന് വെള്ളം പോലെ കഴിക്കുന്നത് ഇഷ്ടമാണ്, മറ്റതും ഇഷ്ടമാണ്. അപ്പം പ്ലീസ് എൻഡ് യുവർ വീഡിയോ. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് സ്കൂളിൽ നിന്നൊക്കെ തളർന്ന് വന്നിരിക്കുമ്പോഴത്തേക്കും അമ്മമാരെ ബുദ്ധിമുട്ടിക്കാതെ വല്ലതും ഈ ന്യൂഡിൽസ് വല്ലതും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കേണ്ടതെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. എന്നും കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഈ ന്യൂഡിൽസ് ഇല്ലാത്തവർക്ക് അല്ലാത്ത പോലെ ചോറോ അപ്പോ അങ്ങനെ എന്തായാലും ഉണ്ടാക്കാം. പക്ഷേ എനിക്കുള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കും കാണാം, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പം എൻ്റെ ഈ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരു തവണ കൂടി ഹാപ്പി ന്യൂ ഇയർ. ബൈ. ന്യൂഡിൽസ് തന്നെ കഴിക്കുന്നത് വേറെ വല്ലതുമാണ്. നീ പിന്നെ എന്തിനു ഇത്രയും ചൂടോടെ കഴിക്കുന്ന? അതാണ് അതിൻ്റെ സുഖം, അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ബ്യൂട്ടി അല്ല ബ്യൂട്ടി. അങ്ങനെ അങ്ങനെ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇട്ടാണ് ഇങ്ങനെ ചുരുട്ടണം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം.